വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും ജില്ലയിൽ ഇന്ന് മിതമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ചേരുന്നുണ്ട് വയനാട് നിന്നും. പ്രദീപ്, എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? മഴ തുടരുകയാണ്. ജീന, ഇന്ന് പൊതുവെ മഴ കുറവാണ്. ഇന്നലെ രാത്രി മുതൽ രാത്രി വരെ ശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി മഴ വളരെ കുറവാകുന്ന രീതിയിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വയനാട് ജില്ലയിൽ 18 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 699 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പാർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. പുലർച്ചയോടെ തന്നെ അത് എല്ലായിടത്തും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞിരുന്നു. അത് ഇന്ന് രാവിലെയോടെ മണ്ണ് നീക്കം ചെയ്യുകയും ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മാനന്തവാടിയിലും പൊതുവെ താലൂക്കിലും വളരെ മഴ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൽപ്പറ്റയിലും അതേപോലെ തന്നെ ബത്തേരിയിലും പൊതുവെ മഴ കുറവായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മരങ്ങൾ വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് തടസ്സം നേരിട്ടുണ്ടെങ്കിലും അതിനുശേഷം പെട്ടെന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തുകയും പലയിടങ്ങളിലും ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അപകട ഭീഷണിയിൽ നിലനിൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും അടവ് തന്നെയാണ്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് വയനാട്ടിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി തന്നെയാണ്. നോർമൽ രീതിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം വയനാട്ടിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രദീപ്, ഒപ്പം തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഇന്ന് നേരിയ മഴ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയല്ലോ. ഒപ്പം തന്നെ ഈ മഴക്കെടുതി കാരണം കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? വയനാട്ടിൽ പലയിടങ്ങളിലും വലിയ തോതിലാണ് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും കോട്ടത്തറ വെന്നിയൂർ പ്രദേശങ്ങളിലെല്ലാം വാഴയും ഇഞ്ചിയും എല്ലാം വയലുകളിൽ നട്ട ഇഞ്ചിയും വാഴയുമെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയ അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലത്തു നിന്നും ഇതുവരെ വെള്ളം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരുന്നവർക്ക് തിരികെ പോകാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും മൊത്തത്തിൽ വെള്ളം കയറിയിരിക്കുകയാണ്. വെള്ളം ഇറങ്ങാൻ താമസം നേരിടുന്നുണ്ട്. ഇതുവരെ മഴ കുറവാണെങ്കിലും ഇനിയുള്ള സമയങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം ഇറങ്ങാൻ ഇനിയും സമയം പിടിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, ജില്ലയിൽ ഇന്ന് മഴ തോത് കുറവാണെങ്കിൽ പോലും ജില്ലയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്.